നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ ഹാർബറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ലൈറ്റ് ഹൗസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാട്ടോ കാണാനായിട്ട് പോകുന്നത്. രസമുണ്ട്. മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. ഇവിടെ ഒരു കടൽപ്പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇതാണോ ഈ കടൽപ്പാലം എന്ന് പറയുന്ന സാധനം? ശരിയും കണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ, മണലിൻ്റെ അകത്ത് കാല് കുഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പല രംഗങ്ങളും കാണേണ്ടി വരും. ഒന്നും കാണുന്നില്ല. അപ്പോൾ മീൻ പിടുത്തം കേട്ടോ. കുറച്ച് പേര് അവിടെ മീൻ പിടിക്കുന്നു, വേറെ കുറച്ച് പേര് ഇവിടെ വേറെ പലതും പിടിക്കുന്നു. മൊത്തത്തിൽ കടൽ തീരം മൊത്തം പിടുത്തത്തിൻ്റെ കളിയാട്ടോ. കപ്പിൾസിനെ കൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? കപ്പിൾസിനെ കൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെറുതെ എന്തിനാ നമ്മളവരെ ശല്യപ്പെടുത്തുന്നത്? നമുക്ക് ഈ കടൽ തീരത്തോടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ കുഴികൾ കാണാം കേട്ടോ. ഈ കുഴികൾക്കിൻ്റെ അകത്തൊക്കെ ഞണ്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുഴിക്കകത്ത് നിന്ന് ഞണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടത്. ഇതുപോലെ കുറേ കുഴികൾ കാണാം. നമ്മളതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞണ്ട് കയറി പിടിക്കും കേട്ടോ. പിന്നെ ദൈവം സാധിച്ച് ഇവിടെ ഇലയും ഇല്ല, ഒരു കുന്തവും. അതുകൊണ്ട് നല്ല വെയിലുമാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയാണ് കയറി. ഈ കല്ലേക്കൂടെയൊക്കെ കയറി വേണം കേട്ടോ അപ്പുറത്തെത്താൻ. എൻ്റെ അമ്മച്ചി, അതായത് നമുക്കൊന്ന് കയറി നോക്കാം എന്താ അപ്പുറത്തെ സ്ഥിതി എന്ന്. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കടൽപ്പാലം ഇവിടെ ഒന്നും അല്ല, അപ്പുറത്താണ് കേട്ടോ. നമ്മൾ വെറുതെ സമയം കളഞ്ഞു കേട്ടോ. കടൽപ്പാലം ഇവിടെയല്ല. നമുക്ക് ലൈറ്റ് ഹൗസൊക്കെ കാണാൻ ഇവിടുന്ന്. കടൽപ്പാലം അപ്പുറത്തെ സൈഡില്ല. അവിടെ വരെ വണ്ടി പോകും. നമുക്ക് അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അതാണ് നല്ലത്. മണ്ടത്തരം പറ്റി. ഞാൻ വിചാരിച്ചു ഇവിടെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് പറഞ്ഞിട്ട് കാര്യം നമുക്കൊന്ന് തിരിച്ചിറങ്ങാം. ഇതാണ് ഇവിടെ ഈ കരിമണൽ എന്ന് പറയുന്ന സാധനം. ഇതാണ് കരിമണൽ. ഈ കറുത്ത മണൽ കണ്ടിട്ട് ചോദിച്ചാൽ കരിമണൽ ഖനനം എന്നൊക്കെ കേട്ടു. അത് ഇത് തന്നെയാണ് അല്ലെന്നേ? കരിമണൽ എന്ന് പറയുന്ന സാധനം ഇതാണോ? അല്ല, കരിമണൽ എന്ന് പറയുന്ന സാധനം ഇതാണോ? അല്ലേ? നീ കണ്ടിട്ട് തോന്നുന്നുള്ളൂ. മൊത്തം കറുത്ത കളറുള്ള മണൽ. ഇതിനായിരിക്കും ചിലപ്പോൾ കരിമണൽ ഖനനം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ കല്ല് കിടക്കുന്ന കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ ഭിത്തി കെട്ടിയേക്കുന്ന കേട്ടോ. കടൽ ഭിത്തി കെട്ടിയേക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇങ്ങനെ തിരമാല അടിച്ചടിച്ച് ഇതൊന്നും കരയില്ലാതാകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആയാലും നല്ല തിരയുണ്ട് കേട്ടോ. ഇവിടുത്തെ ചാർജ് ശരി. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തോട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ ചെരുപ്പൂരി എണ്ണം. ചെരുപ്പൂരി ഇട്ടിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേട്ടോ ഈ ഒരു സ്ഥലം. നമുക്ക് ചെരുപ്പൂരി എണ്ണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഏതായാലും അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
ഇവിടെ ലിഫ്റ്റുണ്ട്, നമ്മൾ ലിഫ്റ്റിലാട്ടോ പോകാൻ പോകുന്നത്. അങ്ങ് മുകളിലെത്തിപ്പോയിന്നാ വരുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് വന്നു തുടങ്ങി. ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ആർക്ക് ലിഫ്റ്റിൽ നല്ല ലിഫ്റ്റല്ലേ, രസം ലിഫ്റ്റ് കാണാനുണ്ട്. നീ എന്നെ ഫോൺ നമ്പർ നീക്കി കളിക്കുന്നത്, ഏതായാലും ഓർമ്മ നിൽക്കടാ. എല്ലാത്തലും ഞെക്കണ്ടേ? അലാറം അടിക്കും കേട്ടോ, അലാറം അടിക്കുവേ. ഇരുപത് രൂപ നിനക്ക് നോൺ സ്റ്റോപ്പ് പിടിച്ച് തരും. ഇവിടെ നമുക്ക് നല്ല കാഴ്ച കിട്ടും കേട്ടോ. ഒരു സൈഡ് ഓപ്പൺ ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. വലിയ സ്പീഡല്ല, ഇത് നല്ല സ്പീഡിൽ പോകണമായിരുന്നു അല്ലേ. ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയ്ക്കകത്തുണ്ട് ഇതുപോലത്തെ വലിയ ലിഫ്റ്റ്. 1.5 മിനിറ്റ് കൊണ്ട് 125 നില ചെവി കാട്ടാഞ്ഞ് ചെയ്യിക്കാന്ന് പുകയൊക്കെ വരും. ഇതിനകത്ത് സ്പീഡ് പോകുന്നതാണ് 1, 2, 3, 4, 5, 6, 7 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച ചെവി അടഞ്ഞല്ല. ഇത്രയും പോയപ്പോഴത്തേക്കും 3 നില കയറിയപ്പോഴത്തേക്കും ചെവി അടഞ്ഞല്ലേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. അടിപൊളി കാഴ്ചയാണ്, സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇത് രക്ഷയില്ലാത്ത കാഴ്ചയാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ചെറിയ കടൽപ്പാലം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പാലമുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ, വെള്ളം വ്യൂ ആണ്. രസമുണ്ടല്ലേ? ഇത് കാണുമ്പോൾ എന്നെ തോന്നുന്നറിയാം. നിനക്ക് ചാടാൻ തോന്നുന്നുണ്ടോ? ചാടറാ താഴ്ന്ന് മറിക്കെടുത്താ ഞാൻ. അതിന് താഴേക്ക് ചാടാൻ തോന്നുന്നുണ്ട്. ആംജുമാരെ പോയി വെച്ച് താഴേക്ക് നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ ഒരു കാഴ്ചകൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് നല്ലൊരു ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു സൺസെറ്റിൻ്റെ സമയത്തോ നേരം വെളുക്കുന്ന സമയത്തൊക്കെ വരണം. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ദുബായ് പാം ജുമൈറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നവരൊക്കെ തോന്നും കേട്ടോ നമുക്ക്. ഏതായാലും നല്ല രസമാണ്. ഈ പാലവും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാഴ്ചകളാണ്. ഇപ്പം മീൻ പിടിച്ച് തിരിച്ച് വരുന്നൊരു സമയമാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഹാർബർ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പോവാ അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ചെറിയ കിഡ്സിനായിട്ടുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഊർന്ന് കളിക്കുന്ന സാധനം, പിന്നെ ഒരു കറങ്ങുന്ന സാധനം, ഒരു കുരങ്ങൻ, ഒരു ഗോറില്ല, ഇത്രയും സംഭവമാണ് ഇവിടെയുള്ള.
ഇറച്ചിക്കറിയോ? ചിക്കനാ? ഒന്ന് ഭക്ഷണം കഴിക്കാൻ വന്നാ കേട്ടോ. വലിയൊരു മീനിൻ്റെ തലയാട്ടോ കറിയാക്കി വെച്ചേക്കണം. ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇവിടെ കണ്ട ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്.